ഹലോ ഹായ്. അപ്പോൾ ബിഗ് ബോസിന്റെ 17ാമത്തെ എപ്പിസോഡ് വരെ നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയുള്ള പ്ലേ കാണുമ്പോൾ നമുക്ക് നാല് പേര് മാത്രമേ നമുക്ക് അടിപൊളിയായിട്ട് കളിക്കുന്നതായി തോന്നിയിട്ടുള്ളത്. ഒന്ന് അക്ബർ, ഒന്ന് ഷാനവാസ്, ഒന്ന് നമ്മുടെ അനുമോള്, ഒന്ന് നമ്മുടെ അനീഷ്. ഈ 4 പേരിൽ നിൽക്കുന്ന കണ്ടന്റ് അല്ലാതെ വേറൊരു സാധനം ബിഗ് ബോസിൽ നമുക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യങ്ങളില്ല. അപ്പോൾ ഇവരെ ചുറ്റിപ്പറ്റി ഗെയിം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഷാനവാസ് എടുക്കുന്ന ഒരു ഗെയിമുണ്ട്, ഒരു ചീപ്പ് ഗെയിമുണ്ട്. നമ്മുടെ അപ്പാനി ശരത്തിൻ്റെയും ബിൻസിയുടെയും റിലേഷനെ ചൊല്ലി അവർ ഇവിടെ ഒരു ഫാമിലി ഉണ്ടായിട്ട് പോലും ഇവിടെ ഒരു റിലേഷൻ കൊണ്ടു നടക്കുന്നുണ്ട് എന്നുള്ള ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായി. ഇപ്പോൾ ബിൻസി പുറത്തായെങ്കിൽ പോലും അത് നമ്മുടെ അപ്പാനി ശരത്തിനെ മാനസികമായിട്ട് വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഷാനവാസ്. ഇതൊരു പണ്ട് കാലത്തുള്ള ആൾക്കാർ ചെയ്തിരുന്നതിനെക്കാട്ടി കഷ്ടമായിട്ട് വളരെ മോശമായിട്ട് ഒരു വിവരവും ഇല്ലാത്ത ഒരു കോമൺ സെൻസും ഇല്ലാത്ത ഒരു വ്യക്തി ചെയ്യുന്ന രീതിയിലേക്കാണ് ഷാനവാസ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഗെയിമർ എന്ന നിലക്ക് ഷാനവാസിനെ ഇഷ്ടമാണ്. പക്ഷെ ഈ ജാതി ചീപ്പ് കണ്ടന്റ് കൊണ്ട് മുന്നോട്ട് വെക്കുമ്പോൾ ആളെ മനസ്സിലുണ്ടാകുന്ന ഒരു കുലപുരുഷ ക്യാരക്ടർ ഉണ്ടല്ലോ, അത് പുറത്തു വരികയാണ്. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൾ ഈ ക്യാരക്ടർ വിട്ട് അല്ലെങ്കിൽ ഇമാതിരി ഗെയിം വിട്ടിട്ട് നല്ലൊരു ഗെയിമറായിട്ട് നിൽക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഓക്കെ. ഇപ്പോൾ കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അടിപൊളിയായിട്ട് നിൽക്കുന്ന 2 സ്റ്റാറുകൾ അനുമോളായാലും ഷാനവാസ് ആയാലും ആയെങ്കിൽ പോലും ഇവരൊക്കെ മുമ്പുണ്ടാവുന്ന ഒരു ഫേസ് വെച്ചിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതിൻ്റെ ഫേസ് മാറാതെ ഇങ്ങനെ നിലനിന്ന് കൊണ്ടുപോകുന്നത് കൊണ്ടാണ് ഇപ്പോഴും അവർക്ക് വോട്ടിംഗ് മൈലേജ് കൂടുതലായിട്ട് കാണുന്നത്. അല്ലാതെ ഇവരൊരു ഗെയിം കളിച്ചിട്ടോ അല്ലെങ്കിൽ ഇവർ ഒരു അടിപൊളി പ്ലേയേഴ്സ് ആയതുകൊണ്ടോ അല്ല. ഇത് ഗെയിം ഒരു 40-50 ദിവസമായി കഴിഞ്ഞാൽ മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്നുകൂടി നല്ല ബെറ്റർ വ്യക്തികളാണെന്ന് വെച്ചെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്ക് ഫാൻസ് ഇതേപോലെ തന്നെ ഉണ്ടാവും. അല്ലാതെ ഇമ്മാതിരി ചീപ്പ് ഗെയിം കളിച്ചിട്ട് മുന്നോട്ട് പോവുകയാണെന്ന് വെച്ചെങ്കിൽ ഷാനവാസിനെ ഒരിക്കലും ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യില്ല. ഇപ്പോഴത്തെ ജനറേഷൻ. ബൈ.